അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പൊതുപരീക്ഷയുടെ ഫലം രണ്ടാഴ്ച മുമ്പ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. വിദ്യാർത്ഥികളെല്ലാവരും അതിന്റെ റിവാലുവേഷൻ ഫലം കാത്തിരിക്കുകയായിരിക്കും. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ടോപ്പ് പ്ലസും അതുപോലെ ഡിസ്റ്റിങ്ഷൻ അടക്കം ഒരുപാട് നല്ല മാർക്ക് നേടിയ വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ 2026 ഏപ്രിൽ 5 ഞായറാഴ്ച പരീക്ഷ നടക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അടുത്ത അധ്യയന വർഷം മുതലുള്ള പൊതുപരീക്ഷയിലും അതുപോലെ തന്നെ പാഠപുസ്തകത്തിലുമുള്ള പരിഷ്കരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. 3 ഘട്ടങ്ങളിലായിട്ട് പാഠപുസ്തക പരിഷ്കരണങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ 1-ാം ഘട്ടം കഴിഞ്ഞ അധ്യയന വർഷം 2025-26 വർഷങ്ങളിൽ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ കിതാബുകൾ പരിഷ്കരിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ 2026-27 വർഷം അടുത്ത അധ്യയന വർഷം 5 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിൽ ഈ ഒരു പരിഷ്കരണം നടത്തുന്നുണ്ട്. അതുപോലെ വരും വർഷങ്ങളിൽ 2027-28 9 മുതൽ +2 വരെയുള്ള 12 വരെയുള്ള ക്ലാസ്സുകളിലും ഈ ഒരു പരിഷ്കരണം നടക്കുന്നുണ്ട്. അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു പാഠപുസ്തക പരിഷ്കരണം നടത്തുന്നത്. ഈ പാഠപുസ്തക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് തന്നെ പൊതുപരീക്ഷ ക്ലാസ്സുകളിലും മാറ്റം വന്നിട്ടുണ്ട്. സമസ്ത പൊതുപരീക്ഷ ഫലം വന്ന അന്ന് പത്രസമ്മേളനത്തിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കേട്ടതാണ്. അടുത്ത അധ്യയന വർഷം മുതൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിൽ പൊതുപരീക്ഷ 6, 8, 10, 12 ക്ലാസ്സുകളിലായിരിക്കും നടക്കുക. 5, 7 ക്ലാസ്സുകളിൽ നിന്നുള്ള പൊതുപരീക്ഷ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പകരം 6, 8, 10, +2 ക്ലാസ്സുകളിലായിരിക്കും ഇനി മുതൽ പൊതുപരീക്ഷ അടുത്ത അധ്യയന വർഷം മുതൽ ഉണ്ടാവുക. ഈ വർഷം പൊതുപരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ, അതുപോലെ ഈ വർഷം പൊതുപരീക്ഷ എഴുതിയ 5, 7 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷം പൊതുപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം അടുത്ത അധ്യയന വർഷം 2026-27 10, +2 ക്ലാസ്സുകളിൽ മാത്രമാണ് പൊതുപരീക്ഷ നടക്കുന്നത്. ആ ഒരു പൊതുപരീക്ഷയിൽ നിന്ന് താഴെ ക്ലാസ്സുകാരെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ചെറിയ ക്ലാസ്സുകാരായ 6, 8 ക്ലാസ്സുകളെ പൊതുപരീക്ഷയിൽ നിന്ന് അടുത്ത വർഷം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നീടുള്ള വർഷങ്ങളിൽ 6, 8, 10, +2 വരെയുള്ള ക്ലാസ്സുകളിൽ പൊതുപരീക്ഷ നടക്കുന്നതായിരിക്കും. നമ്മൾ AI കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലോചിതമായ മാറ്റം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പാഠപുസ്തക പരിഷ്കരണം സമസ്ത നടത്തിയിട്ടുള്ളത്. ഡിജിറ്റൽ ബാർകോഡ് സംവിധാനം ഉൾപ്പെടുത്തിയിട്ട് കുട്ടികൾക്ക് പാഠപുസ്തകത്തിൽ നിന്ന് തന്നെ പ്രാക്ടിക്കലായിട്ട് പഠിക്കാനുള്ള സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം വളരെ അനിവാര്യമായ മാറ്റമായിരുന്നു. വളരെ 5-ാം ക്ലാസ്സിൽ നിന്ന് തന്നെ പൊതുപരീക്ഷയ്ക്ക് പകരം 6ലേക്കും അതുപോലെ 7ൽ നിന്നുള്ളത് 8ലേക്കും 8-ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴേക്ക് കുട്ടികൾക്ക് പഠനത്തിലൊരു അത്രത്തോളം താല്പര്യം, എഴുത്തത്ര താല്പര്യം പൊതുവെ ഉണ്ടാവാറില്ല. അപ്പോൾ 8-ാം ക്ലാസ് പൊതുപരീക്ഷയാകുമ്പോൾ ആ ഒരു മാറ്റത്തിന് 8-ാം ക്ലാസ്സും നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ 10-ാം ക്ലാസ്സിൽ നല്ല മാർക്കോട് കൂടിയിട്ട് +1ലേക്കും +2ലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ഈ ഒരു മാറ്റം സ്വാഗതാർഹമാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എന്തായാലും പൊതുപരീക്ഷയ്ക്ക് റിവാലുവേഷൻ ഫലം കാത്തിരിക്കുന്ന, അതുപോലെ പരീക്ഷ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ലാഹു തആല അവർ ടോപ്പ് പ്ലസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ടോപ്പ് പ്ലസ് കിട്ടാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ വിജയിക്കാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.